ഹൈദരാബാദി വ്ളോഗ്സിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ ഹൈദരാബാദിലെ ലോക്കൽ ട്രെയിനിലാണല്ലേ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സീതാപ്പല്ലംപട്ടി അങ്ങനെ എന്താണ്. അവിടെ നിന്ന് യക്നപൂരിലോട്ടാണ് പോകുന്നത്. ചാർമിനാർ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ കാണുന്നതാണ് ലോക്കൽ ട്രെയിനിൻ്റെ ഇത്. 5 രൂപയുള്ളൂ ടിക്കറ്റ് വരുന്നത്. ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ. ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണാം. നമ്മളത് ചാർമിനാർ എത്തി. ആ കാണുന്ന ചാർമിനാർ ഭയങ്കര മഴയായിരുന്നു. ഞാൻ 1 മണിക്കൂറോളം ഏതൊരു കടയിൽ കയറി ഇരുന്ന്. ഇവിടെ നല്ല വെള്ളം പൊന്തിരിക്കുക. ഞാനതാ ചാർമിനാറിൻ്റെ ഫ്രണ്ടിലെത്തി. നല്ല അതൊരു സിറ്റിയുടെ സെൻറ്ററായിട്ടാണ് ചാർമിനാർ വരുന്നത്. നമ്മുടെ പ്രേമൊരു സിനിമയിൽ അവർ പേര് പറഞ്ഞു. അവർ ഈ സാധനമൊക്കെ കണ്ടിട്ടില്ല നമ്മളെ സോങ്ങിലൊക്കെ. പിന്നെ മേലോട്ടൊക്കെ പോകാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാൻ ഞാൻ നോക്കിയിട്ട് വരാം. എൻട്രി ടിക്കറ്റ് വെച്ച് ഇവിടുന്ന് ക്യാഷ് കൊടുത്ത് തരികയാണെങ്കിൽ ഒരാൾക്ക് 25 രൂപ, അതായത് ഗൂഗിൾ പേ ആയിട്ട് നമ്മൾ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 20 രൂപയും. ഞാൻ ചാർമിനാറിൻ്റെ അകത്ത് കയറി. ഇവിടെ 20 രൂപ ടിക്കറ്റ് വന്ന്. ഇവിടുന്ന് ജിപേ ചെയ്യുവാണെങ്കിൽ 20 രൂപ, അല്ലാതെ എടുക്കുവാണെങ്കിൽ 25 രൂപ. ചെറിയ ചെറിയ വഴിയാണ്. സ്റ്റെപ്പൊക്കെ നോക്കി ഭയങ്കര ചെറിയ സ്റ്റെപ്പാണ്. മഴ നനഞ്ഞുകൊണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നനഞ്ഞു കയറി. ഇതാണ് ഗൈസ് ചാർമിനാറിൻ്റെ മേളിൽ നല്ല വ്യൂ. ഇതിലെ വന്ന് ആണ് ചാർമിനാറിൻ്റെ നടുക്ക്. ഞാൻ ഇതിൻ്റെ ഈ സൈഡിലത്തെ ഒരു തൂണുണ്ട്. ആ തൂണിൽ കൂടെ ഞാനിപ്പോൾ കയറി വന്നത്. അങ്ങനെയൊക്കെയാണ് വരുന്നത് ചാർമിനാറിൻ്റെ ഇവിടെ. വേറൊരു വ്യൂ ആണ്. ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്. ഇവിടെ താഴെ വെച്ചിട്ട് പറഞ്ഞത് മസ്ജിദാണ്. ഇത് വേറെ ഒരു സൈഡാണ്. മറ്റേ ഞാൻ ഇപ്പോൾ കയറിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണിത്. ഇവിടെയൊക്കെ കുറേ ചരിത്ര സ്മാരകമായി എന്തൊക്കെ ഉണ്ട് ഇവിടെ. ഒക്കെ മെയിൻ റോഡ് ഇങ്ങനെ. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച മസ്ജിദിൻ്റെ എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. ഇതിലേയും ഇറങ്ങിയിട്ട് വേണമെങ്കിൽ ഇതിലേ നടന്നു പോയി ഒന്നും കൂടി നോക്കാം നമുക്ക് മസ്ജിദ്. ഇതാണ് എക്സിറ്റ് വരുന്നത്. ഒരു വേ അപ്പും ഒരു വേ ഡൗണും ആണ്. പക്ഷെ വഴിയൊക്കെ കണ്ടില്ല. അത്യാവശ്യം പൊക്കലാകാണെങ്കിൽ അത് ഇടിക്കും. ചെറിയ വഴിയത്. പിന്നെ മഴയതൊന്നും ചെറിയ തെന്നലും ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ ചാർമിനാറിൻ്റെ മേളിൽ നിന്ന് കണ്ട മസ്ജിദ്. ചാർമിനാർ അവിടെ ഉണ്ട്. ഇവിടുത്തെ ഫേമസ് ഇറാനി ചായ് 25 രൂപയാണ് ഒന്നിന് വരുന്നത്. ഇവിടുത്തെ ഇറാനി ചായക്ക് 25 ആണെങ്കിലും കിടിലൻ ടേസ്റ്റാണ്. ഹൈദരാബാദൊക്കെ വരുന്നവർ എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ നിംബറ കഫേ എന്നൊരു കഫേ ഉണ്ട്. അവിടെ നിന്ന് മേടിച്ചാൽ നമുക്ക് വലിയ കയ്യിൽ കുറവ് 5 രൂപ 8 രൂപ. ഇവിടുത്തെ ഫേമസ് കഫേയാണ് നിംബറ കഫേ. ഇവിടെ നിന്ന് നല്ല ട്രൈ ചെയ്യണം. ഇവിടെ നല്ല മഴയായിരുന്നു ഹൈദരാബാദ്. അപ്പോൾ ഞാൻ ചാർമിനാർ ആ ഭാഗം മാത്രം കണ്ടിട്ട് പിന്നെ തിരിച്ച് റൂമിലോട്ട് വന്ന്. ഇതാണ് റൂമും കാര്യങ്ങളൊക്കെ. ഇതാണ് മിൻഹാജ്, ഈ ഏട്ടൻ്റെ റൂമാണ്. ഇന്നിപ്പോൾ അവിടെ വൈകിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഉണ്ട് ഇവിടെ. ഏട്ടൻ ലോ പഠിക്കുന്നല്ലേ? വീട് കണ്ണൂരല്ലേ? ഇതാണ് ഇന്നത്തെ ഡിന്നർ വരുന്നത്. ഇതാണ് ജസീൽ. ഈ ഏട്ടൻ വഴിയാണെങ്കിൽ റൂമൊക്കെ കിട്ടിയ. ഈ ഏട്ടനെ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ. അപ്പോൾ ഈ ഏട്ടനെ പണ്ട് ഞാൻ കാശ്മീർ പോയപ്പോൾ പരിചയപ്പെട്ടാണ് ഈ ഏട്ടനെ. അപ്പോൾ ഹൈദരാബാദ് അന്നേ ഞാൻ ഏട്ടനെ നോട്ട് ചെയ്ത് വെച്ചാൽ ഹൈദരാബാദ് കേട്ടപ്പോൾ ഇവിടെ വരുമ്പോൾ സ്റ്റേ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതെന്താ ഏട്ടാ ഫുഡ് ഈ ഏട്ടൻ ഉണ്ടാക്കിയത്? എന്തൊക്കെയാ ഉണ്ട്. പക്ഷേ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് റുമാലൊട്ടി വാങ്ങാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു 10 രൂപയ്ക്ക്. അപ്പോൾ റുമാലൊട്ടി ഇതൊക്കെയാണ് ഡിന്നർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി ഞാൻ ഭയങ്കര മഴയായതൊന്നും പറയാനൊന്നും കാണാനും പറ്റില്ലായിരുന്നു. ബാക്കി നാളെ.